ഫാർമസിസ്റ്റ് ഔഷധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തികൾ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലം കൈ, മാനവന്റെ സുഹൃത്ത്. പ്രിയമുള്ളവരെ, ഞാനിത് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്താണ് എന്ന് ചോദിച്ചാൽ, ഡിപ്ലോമ മുതൽ ഡോക്ടറേറ്റ് വരെ നേടിയ ഫാർമസിസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ ഔഷധ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് കമ്പൗണ്ടിംഗ് അല്ലെങ്കിൽ കമ്പൗണ്ടർ എന്ന് അറിയപ്പെട്ടിരുന്നത് ആധുനിക വളർച്ചയോടൊപ്പം ഫാർമസി എന്ന മേഖലയായി മാറുകയായിരുന്നു. അന്ന് നമുക്കറിയാം, പ്രായമുള്ള ആളുകളൊക്കെ എന്തെങ്കിലും അസുഖവുമായി ചെന്നു കഴിഞ്ഞാൽ അവരുടെ രോഗം നോക്കി ആവശ്യമായ മരുന്ന് മിശ്രിതങ്ങൾ ഉണ്ടാക്കി, ചിലപ്പോൾ ഓയിൽമെന്റുകൾ, ചിലപ്പോൾ സിറപ്പുകൾ, എല്ലാം മിശ്രിതങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പൗണ്ടർമാര് അവരായിരുന്നു നമ്മുടെ ആരോഗ്യ പരിചരണ രംഗത്ത് ഉണ്ടായിരുന്നത്. ആധുനികവൽക്കരണം വന്നപ്പോൾ ഫാർമസിസ്റ്റുകൾ തഴയപ്പെടുകയും ഡോക്ടറും നേഴ്സും മാത്രമാണ് ആരോഗ്യ മേഖല എന്ന ഒരു ചിന്തയിലേക്ക് വഴുതി വീഴുകയും ചെയ്തു. ഒരു ഡോക്ടറും നേഴ്സും മാത്രം ചേർന്നാൽ ആരോഗ്യം ആകില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഏറ്റവും അടുത്തു വന്ന സിക്ക വൈറസ്, അതിനു മുൻപ് വന്ന എയ്ഡ്സ്, ഇതുപോലെയുള്ള മാരകമായ അസുഖങ്ങളും വൈറൽ ബാധയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ മരുന്നുകൾ കണ്ടെത്തുന്നത് ഫാർമസിയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ ഫാർമസിസ്റ്റുകളാണ്. കേവലം ഒരു വർഷം മാത്രം ഫാർമക്കോളജി പഠിച്ച ഡോക്ടർ മരുന്ന് കുറിക്കുകയും അത് കഴിക്കേണ്ടത് തീരുമാനിക്കുകയും ചെയ്ത് നമ്മുടെ രോഗികളെ പോക്കറ്റിലാക്കി വെച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ ഫാർമസിസ്റ്റ് കേവലം മരുന്ന് പൊതിഞ്ഞു കൊടുക്കുന്ന ഒരു തൊഴിലാളി മാത്രമായി അധപ്പതിച്ചിരിക്കുന്നു. ഇതിനൊരു മാറ്റം വരുത്തുന്നതിനും നാം പഠിച്ച തൊഴിലിൻ്റെ മാന്യതയും അഭിമാനവും വാനോളം ഉയർത്തുന്നതിനും കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന കേരള ഫാർമസിസ്റ്റ് ഓർഗനൈസേഷൻ അഭിമാനത്തോടുകൂടെ കോഴിക്കോട് ഓപ്പൺ മെഡിസിനുമായി ചേർന്ന് നിങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണ് ഒരു ഫാർമസി, എന്താണ് ഒരു ഫാർമസി, എന്താണ് ഒരു ഫാർമസിസ്റ്റ് എന്ന ചില ചിന്തകൾ മുമ്പോട്ട് വെക്കുന്നു. ഇത് കേവലം ഒരു തുടക്കം മാത്രമാണ്. സമാന രീതിയിൽ ഫാർമസി മേഖലയെ നവീകരിക്കുന്നതിനും മാന്യമായ രീതിയിൽ ഫാർമസിസ്റ്റുകൾക്ക് സേവന വേതന വ്യവസ്ഥകളോടെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്ന സമാന ചിന്താഗതിയുള്ള എല്ലാവരുമായി സഹകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തുന്നതിന് കേരള ഫാർമസിസ്റ്റ് ഓർഗനൈസേഷൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് മുൻപോട്ട് പോകുന്നു. അഭിമാനത്തോടു കൂടി ഇതുമായി സഹകരിക്കുവാൻ ആത്മാർത്ഥതയുള്ള ഫാർമസിസ്റ്റ് എന്ന രീതിയിൽ അഭിമാനിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ മെഡിസിൻ രാവിലെയും രാത്രിയും ഓരോന്ന് ഭക്ഷണത്തിന് മുൻപ് കഴിക്കാനാണ് കേട്ടോ. ഈ മരുന്ന് ഓരോന്നും ഉച്ചയ്ക്കാണ് കഴിക്കേണ്ടത് കേട്ടോ. ഉച്ചയ്ക്ക് ഓരോന്ന് ഭക്ഷണത്തോടൊപ്പം തന്നെ കഴിക്കണം. അതുപോലെ തന്നെ ഇൻസുലിൻ 2 നേരം വയ്ക്കണം. 10-30 യൂണിറ്റ് വയ്ക്കണം. ഇതാണ് ഇൻസുലിൻ പെന്ന്. ഇത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലല്ലോ? ഇല്ല അല്ലേ? കുഴപ്പമില്ല. അപ്പുറത്ത് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ഉണ്ട്, അവർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ ഈ പെണ്ണ് എങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്നുള്ള രീതിയൊക്കെ. ഇതിൽ 3 മെഡിസിൻസേ ഉള്ളൂ. ഇത് മരുന്നല്ല, ഇത് RX എന്നുള്ള ഒരു സിമ്പലാണ്. RX എന്ന് പറഞ്ഞാൽ അതൊരു ലാറ്റിൻ വേർഡാണ്. ആ സിമ്പിള് അത് റെസീപ്പ് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ടേക്ക് എന്നാണ് അതിന്റെ മീനിങ്. RX എന്ന് പറഞ്ഞാൽ വേറെ എവിടെയും കണ്ടിട്ടുണ്ടോ? റെസീപ്പ് എന്ന് പറഞ്ഞ ഒരു ലാറ്റിൻ വേർഡിന്റെ ചുരുക്ക രൂപമായിട്ടാണ് RX എന്ന സിമ്പിൾ സൂചിപ്പിക്കുന്നത്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് അത് ഉചിതമായ രീതിയിൽ രോഗിക്ക് നൽകുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലിപ്പോ ഡോക്ടർ എഴുതിയിരിക്കുന്നത് 8 യൂണിറ്റും 12 യൂണിറ്റും എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതില് പ്രീഫിൽഡ് പെന്നാണ്. അതായത് ഒരു പെന്നും അതിനുള്ളിൽ തന്നെ മെഡിസിനും ഉണ്ടാവും. പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു നീഡിലും വേണം. പിന്നെ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശദ വിവരങ്ങളും താങ്കൾക്ക് അറിയണമെങ്കിൽ നമ്മൾ ക്ലിനിക്കൽ ഫാർമസിസ്റ്റിന്റെ അവർ കാണിച്ചു തരും. ഇത് എങ്ങനെ എവിടെയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തരും. രണ്ടു മൂന്നാഴ്ചയായിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണവും തലവേദനയൊക്കെ വന്ന് ഞാൻ ഡോക്ടറെ കാണിച്ചു. അത് കഴിഞ്ഞ് ഡോക്ടർ കുറച്ച് മെഡിസിനൊക്കെ എഴുതി തന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് വരാൻ പറഞ്ഞു. ഇന്നലെ ഞാൻ വീണ്ടും ഡോക്ടറെ കാണിച്ചു.
ഡോക്ടർ നേരം വീണ്ടും മരുന്ന് മാറ്റി തന്നു, ഇൻസുലിൻ എടുക്കണം മരുന്ന് വാങ്ങി തന്നു. ഞാൻ ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചു വരുന്ന അറിയാം. സാറേ ഇതിനെ പറ്റി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇതില് 2 തരം ഗുളികയും ഒരു ഇൻസുലിനുമാണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ എഴുതിയിരിക്കുന്ന ഗുളിക നിങ്ങൾ ആദ്യം കഴിച്ച അതേ ഗുളികൾ തന്നെയാണ്. ഇപ്പം പുതുതായിട്ട് എഴുതിയിട്ടുള്ളത് ഇൻസുലിൻ മാത്രമേ ഉള്ളൂ. ഇതിൽ ഈ മഞ്ഞയും വെള്ളയും നിറമുള്ള ഗുളിക രാവിലെയും വൈകിട്ടും ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണം. പിന്നെ എഴുതിയിട്ടുള്ള ഒരു ഗുളിക ഇത് ഉച്ചയ്ക്കൊന്ന് ഭക്ഷണം കഴിക്കുന്നതിന് ഇടയ്ക്ക് കഴിക്കണം. ഭക്ഷണം കഴിക്കുന്നതിന് കൂടെ തന്നെ ഈ ഒരു ഗുളിക കഴിക്കാം. പിന്നെ എഴുതിയിരിക്കുന്നത് ഇൻസുലിനാണ്. ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്ന വിധം ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഡെമോ ഉപയോഗിച്ച് വിശദമാക്കി തരാം. ഇതാണ് നമുക്ക് പുതിയതായിട്ട് ഡോക്ടർ എഴുതിയ ഇൻസുലിൻ കുത്തിവെക്കാനുള്ള ഉപകരണം. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ വിശദമാക്കി തരാം. ഇതിന് പ്രധാനമായും 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് ഇൻസുലിൻ നിറയ്ക്കാനുള്ള ഭാഗം, രണ്ടാമത്തേത് ശരീരത്തിൽ കുത്തിവെക്കാനുള്ള സൂചി ഉൾപ്പെടുന്ന ഭാഗം, മൂന്നാമത്തെ ഭാഗം ഇതിൻ്റെ പിസ്റ്റൺ. ആദ്യമായിട്ട് നമുക്ക് ഇൻസുലിൻ ഇതിനകത്ത് വെച്ചിട്ട് ഇതിനെ ഫിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ നീഡിൽ ഇതിൻ്റെ ഒരു വശത്ത് നീഡിൽ ഘടിപ്പിക്കുക. ഈ നീഡിൽ ഘടിപ്പിച്ച് കഴിയുന്നതോടുകൂടെ ഈ ഇൻസുലിൻ കുത്തിവെക്കാൻ തയ്യാറായി കഴിയും. ഇനി ഡോക്ടർ പറഞ്ഞ അളവിലുള്ള എത്ര അളവിലാണോ ഡോക്ടർ പറഞ്ഞത് അത്രയും ഇൻസുലിൻ നമ്മൾ ഈ പിസ്റ്റൺ വഴി പിസ്റ്റൺ തിരിച്ച് അത്രയും ഇൻസുലിൻ ലോഡ് ചെയ്യുന്നതാണ്. ഈ പിസ്റ്റൺ അമർത്തുമ്പോഴാണ് ഇൻസുലിൻ ശരീരത്തിലേക്ക് കയറുന്നത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കണം. ഒരു കാരണവശാലും ഫ്രീസറിൽ വെക്കരുത്. ഇൻസുലിൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഭക്ഷണത്തിന്റെ ക്രമമാണ്. ഇൻസുലിൻ വെക്കുന്നത് ഭക്ഷണത്തിന്റെ ഒരു അരമണിക്കൂർ മുമ്പായിരിക്കണം. കാരണം ഇൻസുലിൻ ശരീരത്തിലേക്ക് പെട്ടെന്ന് ആഗിരണം ചെയ്യും. ഇൻസുലിൻ പെട്ടെന്ന് ആഗിരണം ചെയ്യുന്നത് കാരണം ഇത് ഹൈപ്പോഗ്ലൈസിമിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു ചേരും. ഹൈപ്പോഗ്ലൈസിമിയ എന്ന് പറയുന്നത് അപകടം പിടിച്ചൊരു അവസ്ഥയാണ്.